കുഞ്ഞാലിക്കുട്ടിക്ക് അത്രമേൽ വലിയ പാടുപെടേണ്ട കാര്യമുണ്ടോ ഈ സതീഷിനെ ഇങ്ങനെ ചുമക്കാൻ? സതീഷിന്റെ പാട്ടിന് പോട്ടെ കുഞ്ഞാപ്പ. കുഞ്ഞാപ്പ ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ നിയമസഭാ ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിച്ച് ജനങ്ങൾ നൽകിയ ജനഹിതത്തിന്റെ പവറിൽ മലപ്പുറം സുൽത്താനായാണ് വ്യവസായ മന്ത്രിയായി 16ാം നിയമസഭയിൽ തലപ്പൊക്കത്തോടെ ഇരിക്കുന്നത്. ലീഗ് പ്രതിക്കൂട്ടിലാവുന്ന സമയം എത്രയാ ഈ സതീഷിന് വേണ്ടി? അവരുടെ പാർട്ടിക്കാർക്ക് പോലും ഇല്ലാത്ത തലവേദന എന്തിനാണ് കുഞ്ഞാപ്പ ഏറ്റുപിടിക്കുന്നത് എന്നുള്ളതാണ്. സതീഷിന്റെ കയ്യിൽ നിന്ന് പോയൊരു വിഷയമാണ് ടാറ്റ 1000 കോടി ഇവിടെ നിക്ഷേപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അതിനെ ഒരു ചിത്രം ഉയർത്തിക്കാട്ടി വന്ന് കണ്ടു എന്ന് പറയുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് എന്താ വർഷത്തിൽ മാത്രം ഒന്ന് പുറത്തിറങ്ങുന്നവരാണോ അവരുടെ പ്രതിനിധികൾ? രാജ്യത്ത് മുഴുവൻ വ്യവസായ മന്ത്രിമാരെ, മുഖ്യമന്ത്രിമാരെ ഡിസ്കഷന് വേണ്ടി ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും മാസങ്ങളിൽ അവർ കാണാൻ വരാറുണ്ട്, കണ്ടു പോകാറുണ്ട്. അത് അവരുടെ രീതിയാണ്. കാരണം വ്യവസായങ്ങൾ, നിക്ഷേപങ്ങൾ, സംരംഭങ്ങൾ ഏതൊക്കെ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി അതൊന്നും ഉദ്ദേശമില്ലെങ്കിലും ടാറ്റ വലിയ ബിസിനസ് സാമ്രാജ്യമാണ്. അവർക്ക് ഒരു നാടിന്റെ മുഖ്യമന്ത്രിയെയും ഒരു നാടിന്റെ വ്യവസായ മന്ത്രിയെയൊക്കെ കാണാനായിട്ട് എന്താണ് പാടുണ്ടാവുക? അവരങ്ങനെ വന്ന് കാണുമല്ലോ. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? കുഞ്ഞാപ്പ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ? 1000 കോടി രൂപ ഈ നാട്ടിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിരുട്ടി വെളുക്കും മുമ്പ് ടാറ്റ ഗ്രൂപ്പ് സോഷ്യലിടത്തിൽ അവരുടെ പേജിൽ, ഒഫീഷ്യൽ പേജിൽ പറഞ്ഞു, ഞങ്ങൾക്ക് കേരളത്തിൽ എന്നുള്ളതല്ല, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ആ പദ്ധതി ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് പേടിച്ചു ഭയപ്പെട്ട് അവർക്ക് പറയേണ്ടി വന്നു. കാരണം അവരുടെ ക്രെഡിബിലിറ്റി ഉണ്ട്. അത് സതീശന്റെ പോലത്തെ 60ാം ദിവസം എത്തും പോലും കാത്തിരിക്കാൻ കഴിയാത്ത ക്രെഡിബിലിറ്റി അല്ല. ഈ നാട് ചോദ്യചിഹ്നമിട്ട് വി.ഡി. സതീശനെ ക്രെഡിബിലിറ്റി ഇഷ്യൂവിൽ കോർത്തിട്ടിരിക്കുന്നത് പോലെയുള്ളതല്ല. അവർ ഗ്രാജുവലി ഈ നാടിൽ ഉണ്ടാക്കിയെടുത്ത ഗുഡ്വില്ലുണ്ട്, അതാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇരുട്ടി വെളുക്കും മുമ്പ് ടാറ്റ ഗ്രൂപ്പ് അങ്ങനെ ഒന്നില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് അതിന്റെ കീഴിൽ വന്നിരുന്ന് വീണ്ടും ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ച് കുഞ്ഞാപ്പ ഇങ്ങനെ സ്വയം അപഹാസ്യനാവരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ലീഗിന്റെ മക്കളുണ്ട് ഇവിടെ. വി.ഡി. സതീശന് അപ്പുറത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന പച്ചപ്പടയുടെ കീഴിൽ അച്ചടക്കത്തോടെ കേഡർ പാർട്ടിയുടെ വലിയ ഒത്തിണക്കത്തോടെ പ്രവർത്തിച്ച് നിങ്ങളെ അടങ്ങുന്ന മുഴുവൻ നേതാക്കളെയും 99.9% മുകളിൽ ഒരു പാർട്ടിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ വിജയിപ്പിച്ചു വിട്ട പച്ചപ്പടയുടെ മക്കളുണ്ട് ഈ നാട്ടിൽ. അവരെ വീണ്ടും അപഹാസ്യരാക്കി നിങ്ങൾ മാറ്റരുത്. സതീശൻ പ്രേമവും ഭയഭക്തിയും രാജാവിനോടുള്ള വലിയ അതിഭാവുകത്വമൊക്കെ ആകാം, പക്ഷെ അതിനൊക്കെ ഒരു പരിധി വെക്കണം കുഞ്ഞാപ്പ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എത്ര സ്ഥലത്താണ് PM ശ്രീയിൽ കഴിഞ്ഞ മാസങ്ങളിൽ കേട്ടില്ലേ നിങ്ങൾ മുഴുവൻ പഴി? ഒരു നിലപാട് പറയാൻ കഴിയുന്നില്ല എന്ന്. സതീശന്റെ ഒരൊറ്റ കടുംപിടുത്തത്തിൽ ലീഗ് കടന്നു വട്ടം കറങ്ങിയില്ലേ? മലപ്പുറത്തെ എത്ര ആളുകൾ, മലബാറിലെ എത്ര നിഷ്പക്ഷമതികളായ വോട്ടർമാർക്ക് വീണ്ടും പുനർചിന്ത ഉണ്ടാവുന്ന രീതിയിലേക്ക് പോലും പോയിട്ടുണ്ടാവും. ലീഗ് കേൾക്കേണ്ടിടത്ത് മാത്രം ലീഗ് പഴി കേൾക്കുക, അവസാനിപ്പിക്കുക, വി.ഡി. സതീശൻ എന്ന കരടിനെ ചുമക്കുക. ഒരു മുഖ്യമന്ത്രിയാണ്, മതി നിലപാട് പറയാൻ. അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ താങ്കൾക്ക് കഴിയണം. കാരണം കുഞ്ഞാപ്പ, താങ്കൾ വി.ഡി. സതീശനേക്കാൾ മുകളിൽ വളർന്ന നേതാവാണ്. വി.ഡി. സതീശന്റെ തണലിൽ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതം ഹോമിക്കേണ്ട നേതാവല്ല നിങ്ങൾ.